നിലപാടാ. ഞാൻ അങ്ങേ ഒരു കാര്യം ഓർമ്മിപ്പിക്കാം. ഈ കമ്പ്യൂട്ടർ തർക്കം സജീവമായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പരീക്ഷാ വിഭാഗം കമ്പ്യൂട്ടർ വൽക്കരിക്കാൻ തീരുമാനിച്ചു. അപ്പൊ ജീവനക്കാരുടെ ഇടയിൽ എതിർപ്പുണ്ടായി. അപ്പൊ ജീവനക്കാരുടെ യോഗം വൈസ് ചാൻസലർ വിളിച്ചുകൂട്ടി. അപ്പൊ പരീക്ഷാ വിഭാഗത്തിൽ റിസൾട്ടുകൾ വേഗത്തിൽ വരാനും അതിന്റെ കൃത്യത ഉറപ്പാക്കാനും കമ്പ്യൂട്ടറിന്റെ സേവനം അനിവാര്യമാണെന്ന് ബോധ്യപ്പെടുത്തി. അപ്പൊ പൊതുവെ ജീവനക്കാർ അതിനോട് യോജിച്ചു. എന്നിട്ട് ജീവനക്കാരെ ജോലി ആരുടെയും നഷ്ടപ്പെടില്ല, മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് അവരുടെ ജോലി വികേന്ദ്രീകരിക്കും, അങ്ങോട്ട് മാറ്റും. അതിന് പൊതുവെ ജീവനക്കാർ അംഗീകരിച്ചു. എന്നാൽ പരീക്ഷാഭവന്റെ കമ്പ്യൂട്ടർ വൽക്കരണത്തെ പോലും എതിർത്ത് അവിടെ പണിമുടക്ക് സമരം നടന്നു. ആ സമരത്തിന് നേതൃത്വം കൊടുത്ത സംഘടനയുടെ പേര് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റാഫ് ഓർഗനൈസേഷൻ എന്നാണ്. ആ സമരം ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ ഓർക്കുന്നു, എന്റെ ഈ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഉദ്ഘാടനം ചെയ്യാൻ വന്ന് തകർപ്പൻ പ്രസംഗം ഈ കമ്പ്യൂട്ടറിനെതിരായി നടത്തിയ നേതാവിന്റെ പേര് ശ്രീ ഉമ്മൻചാണ്ടി എന്നാണ്.